ഹലോ, അപ്പോൾ നമുക്കിന്ന് സൺഡേ സ്പെഷ്യൽ കണ്ടാലോ? അപ്പോൾ ഇന്നത്തെ താരം കൂന്തലാണ്. കൂന്തൽ, കണവ അങ്ങനെ പല പേരുകളുണ്ട്. ഞാൻ എന്തായാലും കൂന്തൽ എന്നാണ് പറയുക. അപ്പം നമുക്കിത് ആ പാത്രം വെക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സബോള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് ഞാൻ ആകെ 3 എണ്ണം കണ്ട് ഇട്ടിട്ടുള്ളൂ. കാരണം ഓൾറെഡി ഇതിൽ മുളകും പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വല്ലാണ്ട് എരിവായി കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ 3 പച്ചമുളക്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർക്കാം. ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി കൂടുതൽ ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഇതിൽ ഇടുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ ഉള്ളത് കൂന്തലിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതിന് മുന്നേ 2 വട്ടം ട്രൈ ചെയ്തപ്പോഴും വെളുത്തുള്ളി കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ്, അതിൻ്റെ ഒരു സ്മെല്ല് വരുമ്പോൾ അതിപ്പോൾ ചിക്കനിലാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വെളുത്തുള്ളിയുടെ ഫ്ലേവർ. അപ്പോൾ കുറച്ചധികം വെളുത്തുള്ളി ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം വഴറ്റിയെടുക്കണം, കാരണം ഇതൊന്ന് കടിക്കാൻ കിട്ടരുത്. സത്യത്തിൽ കൂന്തലുടെ ഒരു ഫ്ലേവർ മുന്നോട്ട് നിൽക്കണമെങ്കിൽ ഇതൊന്ന് നല്ലോണം ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ നല്ലോണം ഇതിട്ടു. ഇനി നമുക്കിതിലേക്ക് ഇനി ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പ് ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ വേപ്പില ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ഓരോന്ന് ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തു, പിന്നെ മുളകും പൊടി 3 ടേബിൾ സ്പൂണാണ്, പിന്നെ മല്ലിപ്പൊടി. ഇത്ര പൊടികൾ അതിൽ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ നല്ലോണം വഴറ്റാം. ഇനി ഇതിലേക്ക് വേറൊരു ഐറ്റം ഇടണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിതിൽ ഇടാറുണ്ട്. പുളിയാണ്. അത് നമ്മുടെ കുടംപുളിയാണ്. അത് ചൂടുവെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം നമുക്കത് വെക്കാം. അത് പുളി ആഗ്രഹമുള്ളവർ മാത്രം ഇട്ടാൽ മതി. എനിക്ക് നല്ല ഇഷ്ടമാണ് ആ പുളിയുടെ ഫ്ലേവർ. അതിടുമ്പോൾ കൂന്തലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആ പുളി വെള്ളം ഒഴിക്കാം. അത് നന്നായിട്ടൊന്നിനി തിളച്ച് വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് കൂന്തലിടാം. കൂന്തലിട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. ഞാൻ ക്യാമറ പിടിച്ച് വെക്കണം, കാരണം ഇളക്കാൻ വലിയ വശം കിട്ടണില്ല. അപ്പം ഞാൻ ക്യാമറ ഇനി സൈഡിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കണം. നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് കുറച്ച് നേരം അടച്ച് വെക്കണം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കാണ്ട് ഓൾറെഡി ആ പുളി പിഴിഞ്ഞ വെള്ളം ഓൾറെഡി ഇതിൽ ചേർത്ത കാരണം പിന്നെ വെള്ളത്തിൻ്റെ അംശം തീരെ ഇതിൽ പാടില്ല. ഓൾറെഡി ഇതിൽ പിന്നെ കൂന്തലിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ വെള്ളം ഇതിൽ ചേർക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം തുറന്ന് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നല്ലോണം ഇതിൽ വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ തന്നെ ഇതിരുന്ന് വെന്തോളും. അപ്പോൾ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഈ ടൈമിലൊന്ന് നോക്കി നോക്കാം, കുറവുണ്ടെങ്കിൽ ഇടാം. ഇതിന് ഉപ്പ് കറക്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് ഇനി കുറച്ച് നേരം കൂടി വേവിക്കാം. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില, കൂടുതൽ ഇടരുത്, കുറച്ചിട്ടാൽ മതി. മല്ലിയില ഫ്ലേവർ ഇതിൽ അത് ഒരുപാടായി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് മാത്രം ഇട്ടാൽ മതി. ഇനിയിപ്പോൾ നല്ല